ഹലോ എവ്രി വൺ, ഇന്ന് മാർച്ച് 31. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സെയിൽ ചീഫ് സോമ മൊണ്ടാൽ ഈസ് ന്യൂ ചെയർപേഴ്സൺ ഓഫ് സ്കോപ്പ്. അപ്പോൾ സെയിൽ ചീഫ് സോമ മൊണ്ടാലാണ്. അപ്പോൾ സോമ മൊണ്ടാൽ ന്യൂ ചെയർപേഴ്സൺ ഓഫ് സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കോൺഫറൻസ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ സ്റ്റാൻഡിംഗ് കോൺഫറൻസ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ ചെയർപേഴ്സണായിട്ട് സെലക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെയിൽ എന്ന് വെച്ചാൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചീഫായിരുന്ന സോമ മൊണ്ടാൽ സ്കോപ്പിൻ്റെ പുതിയ ചെയർപേഴ്സണായി. സ്കോപ്പ് ഈസ് ആൻ അപ്പെക്സ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ റെപ്രസെൻറ്റിംഗ് ദ സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. അപ്പോൾ സെൻട്രൽ പബ്ലിക് സർവീസ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ് ഈ സ്കോപ്പ്. അപ്പെക്സ് പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ് സ്കോപ്പ്. പിന്നെ മൊണ്ടാൽ വിൽ ഹാവ് എ 2-year ടേം സ്റ്റാർട്ടിങ് ഫ്രം ഏപ്രിൽ. അപ്പോൾ ഏപ്രിൽ മുതൽ 2021 ഏപ്രിൽ മുതൽ 23 ഏപ്രിൽ വരെ ആയിരിക്കും സോമ മൊണ്ടാൽ സ്കോപ്പിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുക. അപ്പോൾ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ CEO ആണ് സോമ മൊണ്ടാൽ. അപ്പോൾ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഫൗണ്ട് ചെയ്തത് 19th January 1954 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അടുത്ത ന്യൂസ്, നെയിംസ് ഓഫ് ദ വുമൺ, എ ബുക്ക് ബൈ ജീത് തയ്യിൽ. അപ്പോൾ ബുക്കിൻ്റെ പേരാണ് നെയിംസ് ഓഫ് ദ വുമൺ. ആ ബുക്ക് എഴുതിയ ആൾ ജീത് തയ്യിലാണ്. നെയിംസ് ഓഫ് ദ വുമൺ ടോക്സ് അബൌട്ട് വുമൺ ഹൂസ് റോൾ വേർ സപ്രസ്ഡ്, റെഡ്യൂസ്ഡ് ഓർ എറേസ്ഡ് ഇൻ ദ ഗോസ്പെൽസ്. അപ്പോൾ വുമണിനെ കുറിച്ചിട്ടുള്ള എന്ന് വെച്ചാൽ വുമണിൻ്റെ അധികാരങ്ങളെ എല്ലാം സപ്രസ് ചെയ്ത്, റെഡ്യൂസ് ചെയ്ത്, എറേസ് ചെയ്ത ടൈമിനെ കുറിച്ചിട്ടുള്ളൊരു ബുക്കാണ് എഴുതിയിട്ടുള്ളത് ജീത് തയ്യിൽ. നെയിംസ് ഓഫ് ദ വുമൺ എന്നാണ് ബുക്കിൻ്റെ പേര്. ജീത് തയ്യിൽ ഈസ് എ റിനൗണ്ട് ഓതർ, ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ബുക്ക് നാർക്കോപോളിസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ബുക്കാണ് നാർക്കോപോളിസ്, വിച്ച് വാസ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ മാൻ ബൂക്കർ പ്രൈസ്. അപ്പോൾ അത് 2012 മാൻ ബൂക്കർ പ്രൈസിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ആയ ഒരു ബുക്കാണ്. പിന്നെ DSC പ്രൈസ്, സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചർ DSC പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഹിസ് മോസ്റ്റ് റീസെൻറ്റ് ബുക്ക് ലോ, 2020 കഴിഞ്ഞ വർഷം റിലീസായ ബുക്കിൻ്റെ പേരാണ് LOW. അപ്പോൾ ആ ബുക്കിൻ്റെ പേര് നെയിംസ് ഓഫ് ദ വുമൺ ആണ്, റിട്ടൺ ബൈ ജീത് തയ്യിൽ. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. അഗാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ARI സയൻറ്റിസ്റ്റ് ഡിസ്കവർ ന്യൂ സ്പീഷീസ് ഓഫ് ഡൈ ആറ്റംസ് ഫ്രം മ്യൂല റിവർ ഇൻ പൂനെ. അപ്പോൾ അഗാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ സയൻറ്റിസ്റ്റ്സ് ആണ് അത് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ആ സ്പീഷീസിന് പേര് കൊടുത്തത് എപ്പിത്തേമിയ അഗാർക്കരി എന്നാണ് പേര് കൊടുത്തത്. ആഫ്റ്റർ ദ ലേറ്റ് SP അഗാർക്കർ, ഫൗണ്ടർ ഓഫ് ARI അഗാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറായ SP അഗാർക്കറിൻ്റെ പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അഗാർക്കരി എന്ന് പറഞ്ഞിട്ട്, എപ്പിത്തേമിയ അഗാർക്കരി. അപ്പോൾ ഫസ്റ്റ് എ ടീം ഓഫ് ഇൻ്റർനാഷണൽ റിസർച്ചേഴ്സ് ഹാസ് ഡിസ്കവേർഡ് ന്യൂ സ്പീഷീസ് ഓഫ് ഡൈ ആറ്റംസ് ലിവിങ് ഇൻ ഫ്രഷ് വാട്ടർ ഫ്ലോയിങ് ഡൗൺ സ്ട്രീം മുൾസി ഡാം ഇൻ പൂനെ ഡിസ്ട്രിക്റ്റ്. ഡൈ ആറ്റംസ് ആർ സിംഗിൾ സെൽഡ് ആൽഗെ. അപ്പോൾ ഒറ്റ സെല്ലുള്ള ആൽഗയാണ് ഈ ഡയാറ്റംസ് എന്ന് പറയുന്നത്. ഇൻ നിയർലി ഓൾ കൈൻഡ്സ് ഓഫ് വാട്ടർ ബോഡീസ് ഇൻക്ലൂഡിങ് റിവർ, ലേക്സ് ആൻഡ് സ്ട്രീംസ്. ഇൻക്ലൂഡിങ് റിവേഴ്സ്, ലേക്സ് ആൻഡ് സ്ട്രീംസിലൊക്കെ കണ്ടുവരുന്ന ഒരു ഇതാണ് ഡയാറ്റം എന്ന് പറയുന്നത്. ദീസ് മൈക്രോ ഓർഗാനിസം ആണ് കോൺട്രിബ്യൂട്ട് ഇൻ ജനറേറ്റിംഗ് ഓക്സിജൻ ഇൻ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ജനറേറ്റ് ചെയ്യാൻ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഡയാറ്റംസ് എന്ന് പറയുന്ന algae. Diatoms are a major group of algae, specifically microalgae found in the oceans, waterways and soils of the world. അവിടെയൊക്കെയാണ് ഇത് ഡയാറ്റംസ് കണ്ടുവരുന്നത്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ഇൻഡസ് വാട്ടർ പാനൽ മീറ്റിംഗ് ഹെൽഡ് ആസ് പാർട്ട് ഓഫ് ദ ബ്രോഡർ പ്രോസസ് ഫോർ നോർമലൈസേഷൻ ഓഫ് ബയലാറ്ററൽ ടൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ ഇൻഡസ് വാട്ടർ പാനൽ മീറ്റിംഗ് നടന്നു ആസ് പാർട്ട് ഓഫ് ദ ബ്രോഡർ പ്രോസസ് ഓഫ് നോർമലൈസേഷൻ ഓഫ് ബയലാറ്ററൽ ടൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ തമ്മിലാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. ആഫ്റ്റർ ഗ്യാപ്പ് ഓഫ് നിയർലി മോർ ദാൻ 2.5 years, India and Pakistani delegations held the 116th meeting of the Permanent Indus Commission here.
2.5 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മീറ്റിംഗ് നടന്നത് August 29, 2018 അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നടക്കുന്നത്. The two-day meeting was led on the Indian side by India's Water Commissioner Pradeep Kumar Saxena and on the Pakistan side by Pakistan's Commissioner for Indus Water Syed Mohammad Meher Ali Shah. പാകിസ്ഥാൻ സൈഡ് ലീഡ് ചെയ്തത് സയ്യിദ് മുഹമ്മദ് മെഹർ അലി ഷായാണ്. ഇന്ത്യൻ സൈഡ് ഡെലിഗേഷൻ ലീഡ് ചെയ്തത് ഇൻഡസ് വാട്ടർ കമ്മീഷണറായ പ്രദീപ് കുമാർ സക്സേനയാണ്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ഡോക്ടർ ഹർഷവർദ്ധൻ അഡ്രസ്സസ് നാറ്റ് ഹെൽത്ത് 7th ആനുവൽ സമ്മിറ്റ് 2021. ഹെൽത്ത് കെയർ ലീഡേഴ്സ് കോൾസ് ഫോർ ന്യൂ മെഷേഴ്സ് ഇൻ പോസ്റ്റ് പാൻഡമിക് എറ. അപ്പോൾ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആയ ഹർഷവർദ്ധനാണ് MOU അഡ്രസ്സ് ചെയ്തത്. നാറ്റ് ഹെൽത്ത് 7th ആനുവൽ സമ്മിറ്റ് അഡ്രസ്സ് ചെയ്തത് ഡോക്ടർ ഹർഷവർദ്ധനാണ്. ഹെൽത്ത് കെയർ ലീഡേഴ്സ് കോൾസ് ഫോർ ന്യൂ മെഷേഴ്സ് ഇൻ പോസ്റ്റ് പാൻഡമിക് എറ. ഇപ്പോൾ COVID-19 ഒരുവിധം പോസ്റ്റ് പാൻഡമിക് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ വാക്സിനും എല്ലാം വന്ന സ്ഥിതിക്ക് അത് പോസ്റ്റ് പാൻഡമിക് ആയിരിക്കുകയാണ്. MOU with the Duke University on building vaccine confidence, fostering innovation across health systems through collaboration and partnerships. Collaboration with Samrid Blended Health Finance and IPE Global. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. 7th ആനുവൽ സമ്മിറ്റിൻ്റെ തീം ഞാൻ പറഞ്ഞുതരാം. ഇത് കൊടുത്തിരിക്കുന്നു, ഇന്ത്യൻ ഹെൽത്ത് സിസ്റ്റം എക്സ്പാൻഷൻ ഇൻ പോസ്റ്റ് കോവിഡ് എറ. അതാണ് ഈ 7th ആനുവൽ സമ്മിറ്റിൻ്റെ തീം. അത് അഡ്രസ്സ് ചെയ്തത് ഹർഷവർദ്ധനാണ്. 7th ആനുവൽ സമ്മിറ്റാണ് നടന്നത്. അടുത്ത ന്യൂസ്, 4 രാജ്യങ്ങൾ ഫിജി, സിംബാബ്വെ, നൈജർ ആൻഡ് പറാഗ്വേ. ഈ 4 രാജ്യങ്ങൾ റിസീവ് മെയ്ഡ് ഇൻ ഇന്ത്യ COVID-19 വാക്സിൻ. നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ COVID-19 വാക്സിൻ അവർക്ക് നൽകിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർ ദ വാക്സിൻ മൈത്രി ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ദ 4 nations റിസീവ് ദ മെയ്ഡ് ഇൻ ഇന്ത്യ COVID-19 വാക്സിൻസ്. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ളത് 70-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കിയ COVID-19 വാക്സിൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ 4 രാജ്യങ്ങൾ ആരാണ്? ഫിജി, സിംബാബ്വെ, നൈജർ ആൻഡ് പറാഗ്വേ. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ, കറൻസി, അതേപോലെ പ്രസിഡൻറ്റിൻ്റെ പേരും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫിജി, ഫസ്റ്റ് രാജ്യം ഫിജിയാണ്. ഫിജി സുവ ഡോളറാണ്. സുവ ക്യാപിറ്റൽ, ഡോളർ കറൻസി. അതിൻ്റെ പ്രസിഡൻറ്റ് ജിയോജി കോൺറോട്ടാണ്. സിംബാബ്വേയുടെ ക്യാപിറ്റൽ ഹരാരെ, കറൻസി ഡോളർ, പ്രസിഡൻറ്റ് എമർസൺ മ്നാംഗാഗ്വ. ശരിക്ക് എമർസൺ മ്നാംഗാഗ്വ എങ്ങനെ വേണമെങ്കിലും വായിക്കാം, പക്ഷേ പേര് ഓർത്തിരുന്നാൽ മതി. നൈജർ നിയാമെ ഫ്രാങ്ക് ആണ്. നിയാമെ ക്യാപിറ്റൽ, കറൻസി ഫ്രാങ്ക് ആണ്. പ്രസിഡൻറ്റ് മഹമ്മദൗ ഇസോഫു ആണ്. മഹമ്മദൗ ഇസോഫു. പിന്നെ പറാഗ്വേ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ അസുൻസിയോൺ ആണ്. കറൻസി ഗുവാറാണിയാണ്. പ്രസിഡൻറ്റ് മാരിയോ അബ്ദോ ബെനിറ്റേസ്. മാരിയോ അബ്ദോ ബെനിറ്റേസ് ആണ് പ്രസിഡൻറ്റ് പറാഗ്വേയുടെ. അടുത്ത ന്യൂസിലേക്ക് കടക്കാം. 9th ഹാർട്ട് ഓഫ് ഏഷ്യ ഇസ്താൻബുൾ പ്രോസസ് മിനിസ്റ്റേറിയൽ കോൺഫറൻസ്. The conference is part of Istanbul process, a regional initiative on security and cooperation for a stable and peaceful Afghanistan. അപ്പോൾ സ്റ്റേബിൾ ആൻഡ് പീസ്ഫുൾ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അതായത് മിനിസ്റ്ററിയൽ കോൺഫറൻസ്, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് 9th ഹാർട്ട് ഓഫ് ഏഷ്യ ഇസ്താൻബുൾ പ്രോസസ് മിനിസ്റ്ററിയൽ കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സൈഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ അറ്റൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ കൗണ്ടർ പാർട്ട് അതേപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഫ്രം പാകിസ്ഥാനും അതുപോലെ തന്നെ 49 രാജ്യങ്ങൾ, വേറെ 49 രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സും അതിൽ പങ്കെടുക്കും. ദ കോൺഫറൻസ് വിൽ ബി ഹെൽഡ് ഇൻ തജിക്കിസ്ഥാൻ, ദുഷാൻബെ. അപ്പോൾ ദുഷാൻബേയിൽ വെച്ചിട്ട്, തജിക്കിസ്ഥാൻ്റെ ക്യാപിറ്റലായ ദുഷാൻബേയിൽ വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് നടക്കുക. ഇസ്താൻബുൾ പ്രോസസ് വാസ് ലോഞ്ച്ഡ് ഓൺ November 2, 2011 ഇൻ ടർക്കി. അപ്പോൾ ഫസ്റ്റ് അത് നടന്നത്, ഇസ്താൻബുൾ പ്രോസസ് എന്ന് പറയുന്നത്, ആ കോൺഫറൻസ് നടന്നത് November 2, 2011 ടർക്കിയിൽ വെച്ചിട്ടാണ് അത് ഉണ്ടായത്. അപ്പോൾ നമുക്ക് അഫ്ഗാനിസ്ഥാൻ്റെയും തജിക്കിസ്ഥാൻ വെന്യൂ ആയിട്ടുള്ള ന്യൂസാണിത്. അപ്പോൾ തജിക്കിസ്ഥാൻ്റെയും കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. അഫ്ഗാനിസ്ഥാൻ്റെ ക്യാപിറ്റൽ കാബൂലാണ്, കറൻസി അഫ്ഗാനിയാണ്. തജിക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ ദുഷാൻബെ ആണ്, കറൻസി സോമോണിയാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ കാബൂൽ അഫ്ഗാനി, തജിക്കിസ്ഥാൻ ദുഷാൻബെ സോമോണി. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ക്ലിയേഴ്സ് NCT ബിൽ.
NCT ബിൽ ക്ലിയർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡൽഹി ലെഫ്റ്റനൻറ്റ് ഗവർണർ ഗെറ്റ് സ്വീപ്പിംഗ് പവേഴ്സ് ഓവർ സിറ്റി ഗവൺമെൻറ്. അപ്പോൾ ഡൽഹിയിലത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണറായ അനിൽ ബൈജാലിന് സ്വീപ്പിംഗ് നല്ല പവേഴ്സ്, ഇതുവരെയുള്ള അധികാരങ്ങളെക്കാട്ടിലും കുറച്ചും കൂടി പവർ കൂടുതലായിട്ട് കൊടുക്കലാണ് ഈ NCT ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് കോവിന്ദ് ഗേവ് ഹിസ് അസെന്റ് ടു ദ ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അമെൻമെൻറ്റ് ബിൽ 2021. അപ്പോൾ ഈ ബില്ല് കൊണ്ട് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ദ ലെഫ്റ്റനൻറ്റ് ഗവർണർ, അപ്പോൾ അത് അമെൻഡ് ചെയ്യുക, അത് ഭേദഗതി വരുത്തുകയാണ് ഈ ഒരു ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് പെർ ദ ലെജിസ്ലേഷൻ ദ ഗവൺമെൻറ് ഇൻ ഡൽഹി മീൻസ് ലെഫ്റ്റനൻറ്റ് ഗവർണർ. അപ്പോൾ ഗവൺമെൻറ് വെച്ചാൽ ലെഫ്റ്റനൻറ്റ് ഗവർണറാണ്. ആൻഡ് ദ സിറ്റി ഗവൺമെൻറ് വിൽ നൗ ഹാവ് ടു സീക്ക് ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ഒപ്പീനിയൻ ബിഫോർ ടേക്കിംഗ് എനി എക്സിക്യൂട്ടീവ് ഡിസിഷൻ. അതായത് ഇനി വല്ല എക്സിക്യൂട്ടീവ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഇനി ലെഫ്റ്റനൻറ്റ് ഗവർണറുടെ പെർമിഷൻ കൂടി ചോദിക്കേണ്ടി വരും. അപ്പോൾ ഡൽഹിയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററും ലെഫ്റ്റനൻറ്റ് ഗവർണറും മാത്രം നോക്കിയാൽ മതി. ഡൽഹിയുടെ ലെഫ്റ്റനൻറ്റ് ഗവർണർ അനിൽ ബൈജാലാണ്. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാളാണ്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അപ്രൂവ്സ് ബിൽ ടു സെറ്റപ്പ് നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ ബാങ്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ബില്ല് അപ്രൂവ് ചെയ്തു പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിക്കാം. അടുത്ത ന്യൂസ്, 1971 ബാറ്റിൽ ഓഫ് ബസന്തർ ഹീറോ. 1971 ബംഗ്ലാദേശ് ഫോം ചെയ്ത ആ യുദ്ധമാണ്. ആ ടൈമിലത്തെ ഹീറോ ആണ് ലെഫ്റ്റനൻറ്റ് ജനറൽ വാഗ് പിൻറ്റോ, ഡൈസറ്റ് 97. അപ്പോൾ വാഗ് പിൻറ്റോ ഹാഡ് ലെഡ് ദ 54 ഇൻഫൻട്രി ഡിവിഷൻ ഇൻ ദ ബാറ്റിൽ ഓഫ് ബസന്തർ ഇൻ 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്നു. എന്നിട്ട് ബംഗ്ലാദേശ് ഫോം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലീഡിങ് ഹിസ് ട്രൂപ്സ് ഫ്രം ദ ഫ്രണ്ട് വിത്ത് ദ മോട്ടോ ഹി കോയിൻഡ് ബാഷ് ഓൺ റിഗാർഡ്ലെസ്. In this battle, Pinto's division won as many as 196 gallantry medals, including 2 Paramveer Chakras and 9 Mahavir Chakras. ഇതൊക്കെയാണ് പിൻറ്റോസ് ഡിവിഷന് ലഭിച്ചത്. അപ്പോൾ വാഗ് പിൻറ്റോ ആണ് ലെഫ്റ്റനൻറ്റ് ജനറലായിരുന്ന 1971 ബാറ്റിൽ ഓഫ് ബസന്തറിൻ്റെ ഹീറോ ആയ ലെഫ്റ്റനൻറ്റ് ജനറൽ വാഗ് പിൻറ്റോ മരിച്ചു. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ബിലൗഡ് ചിൽഡ്രൻസ് ഓതർ ഓഫ് US, ഇതും ഒബീച്വറി ന്യൂസാണ്. ബെവർലി ക്ലിയറി ഡൈസ് അറ്റ് 104 years. 104 വയസ്സിൽ മരിച്ചു. അത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ ബെലൗഡ് ചിൽഡ്രൻസ് ഓതർ ഓഫ് US ബെവർലി ക്ലിയറി മരിച്ചു. ബെവർലി ക്ലിയറി, ദ സെലിബ്രേറ്റഡ് ചിൽഡ്രൻസ് ഓതർ ഹൂസ് മെമ്മറീസ് ഓഫ് ഹെർ ഒറിജിൻ ചൈൽഡ്ഹുഡ് were shared with millions through the likes of Ramona and Beatrice Kimby and Henry Huggins has died. She was named a living legend in 2000. 2000 living legend എന്നും പേര് നൽകുകയുണ്ടായി by the Library of Congress. In 2003 she was chosen as one of the winners of the National Medal of Arts. അപ്പോൾ വാഷിങ്ടൺ DC ആണ് USA ക്യാപിറ്റൽ. ഈ ന്യൂസ് USA ഒരു ആൾ മരിച്ചതിൻ്റെയാണ്. അപ്പോൾ USA കുറച്ച് ഫാക്ട്സ്. ക്യാപിറ്റൽ വാഷിങ്ടൺ DC, പ്രസിഡന്റ് ജോ ബൈഡൻ ആണ്. അടുത്ത ന്യൂസ്, മാഗി ഒ ഫാറൽസ് ഹാംനെറ്റ് വിൻസ് US ബുക്ക് ക്രിട്ടിക്സ് അവാർഡ് ഫോർ ഫിക്ഷൻ. അപ്പോൾ ഓതറുടെ പേര് മാഗി ഒ ഫാറൽസ് ഹാംനെറ്റ്. ആൻഡ് ഇമാജിൻഡ് ടേക്ക് ഓൺ ദ ഡെത്ത് ഓഫ് ഷേക്സ്പിയേഴ്സ് സൺ ഫ്രം ദ ബുബോണിക് പ്ലേഗ് ഹാസ് വൺ ദ US നാഷണൽ ബുക്ക് ക്രിട്ടിക്സ് സർക്കിൾ പ്രൈസ് ഫോർ ഫിക്ഷന് വേണ്ടിയിട്ടുള്ള സമ്മാനം ലഭിച്ചു. ഹാംനെറ്റ് എന്നാണ് ബുക്കിൻ്റെ പേര്. The autobiography award went to Kathy Park Hong for Minor Feelings, an Asian American Reckoning. The Book Critics Circle was founded in 1974. Book Critics Circle found ചെയ്തത് and has hundreds of members around US. ൽ തന്നെ hundreds of members അതിലുണ്ട്. ഇനി അടുത്ത ന്യൂസ് RBI റിലേറ്റഡ് ആണ്. അപ്പോൾ RBIയുടെ ഫാക്ട്സ് നമുക്ക് നോക്കാം. RBI further extends restriction on PMC Bank for 3 months till 30th June 2021. അപ്പോൾ the decision has been taken in the backdrop of financial condition of the bank which is likely to make a reconstruction process complex and time consuming. അപ്പോൾ PMC Bank under all inclusive directions under subsection 1 of section 35A read with section 56 of Banking Regulation Act 1949 on September 23, 2019 to protect depositors' interest. അപ്പോൾ RBI ഒന്നും കൂടി
എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. 30th June 2021 വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് അവർ ഏർപ്പെടുത്തിയിരുന്ന റെസ്ട്രിക്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RBI ആണ് എക്സ്റ്റെൻഡ് ചെയ്തത്. PMC ബാങ്കിൻ്റെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് റെസ്ട്രിക്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ RBIയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. RBI എസ്റ്റാബ്ലിഷ്ഡ് 1st April 1935 ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. പിന്നെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്. BP കനുങ്കോ, MK ജെയിൻ, മഹേഷ് കുമാർ ജെയിൻ, പിന്നെ ഡോക്ടർ മൈക്കിൾ ദേബപത്ര പത്ര, MD പത്ര, പിന്നെ 4ാമത്തത് M രാജേശ്വർ റാവു ആണ്. പിന്നെ പറയുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കുറച്ച് സബ്സിഡറീസ് ഉണ്ട്. ആ സബ്സിഡറീസ് ആദ്യം പറയാം. ആ സബ്സിഡറീസ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്, DICGC എന്ന് പറയും, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, പിന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB എന്ന് പറയും, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, പിന്നെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്, ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്, BRB NMPL, ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ്. അപ്പോൾ ഇതൊക്കെയാണ് RBIയുടെ കുറച്ച് സബ്സിഡറീസ്. 4 സബ്സിഡറീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി പറയാനുള്ളത് നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ട്. അതിലത്തെ 2 എണ്ണം ഓൺഡ് ബൈ RBIയും 2 എണ്ണം ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ കർണാടക, സാൽബോണി വെസ്റ്റ് ബംഗാളിലത്തെ സ്ഥലമാണ്. പിന്നെ ദേവാസ് മധ്യപ്രദേശിലത്തെ സ്ഥലമാണ്, ദേവാസ്. ആൻഡ് നാഷിക് മഹാരാഷ്ട്രയിലത്തെ സ്ഥലമാണ്. അപ്പോൾ ഇത് രണ്ടും ഓൺഡ് ബൈ RBI ആണ്. RBI ആണ് അതിൻ്റെ ഗവർണൻസ്. മറ്റേത് രണ്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അത് നോക്കുന്നത്. അതേപോലെ തന്നെ ഗവൺമെൻറ് മിൻറ്റ്സ് ഉണ്ട്. കോയിൻസ് ഒക്കെ മിൻറ്റ് ചെയ്തെടുക്കണം, മിൻറ്റ്. അപ്പോൾ ആ മിൻറ്റ്സ് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ മിൻറ്റ്സ് ഉള്ളത് മുംബൈ മഹാരാഷ്ട്ര എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലത്തെ മുംബൈ, അതേപോലെ കൊൽക്കത്ത ഇൻ വെസ്റ്റ് ബംഗാൾ, പിന്നെ ഹൈദരാബാദ് ഇൻ തെലുങ്കാന, നോയിഡ ഉത്തർപ്രദേശ്. MKHN ഇത് ഓർത്താൽ മതി. മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ, ഇതാണ് ഗവൺമെൻറ് മിൻറ്റ്സ്. അതേപോലെ നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് മൈസൂർ, സാൽബോണി, ദേവാസ്, നാഷിക്. MSDN MKHNും ഇവിടെ ഫസ്റ്റും ലാസ്റ്റും സെയിം, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒന്ന് MKHN, ഒന്ന് MSDN. MKHN എന്ന് പറയുന്നത് നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് അല്ല, ഗവൺമെൻറ് മിൻറ്റ്സ് ആണ്. MSDN എന്ന് പറയുന്നത് നോട്ട് പ്രിൻറ്റിംഗ് പ്രസ്സസ് ആണ്. അപ്പോൾ ഈ എമ്മും എസ്സും ഓൺഡ് ബൈ RBI ആണ്. ഈ DN ഓൺ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അത് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം. അടുത്ത ന്യൂസ്, ISRO പാർട്ട്നേഴ്സ് വിത്ത് IISTK akin to JPL Caltech model in the US for very advanced, totally new and futuristic projects. അപ്പോൾ ISRO പാർട്ട്ണർ വിത്ത് IIST-യുടെ കൂടെ പാർട്ട്ണർ ചെയ്തു. IIST ബേസ്ഡ് ഇൻ തിരുവനന്തപുരമാണ്. അപ്പോൾ ISRO is striking partnership with the IIST akin to JPL Caltech model in the US to coordinate. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേറ്റ് ജോയിൻറ്റ് റിസർച്ച് ആക്ടിവിറ്റീസ് ബിറ്റ്വീൻ ISRO സെൻറ്റേഴ്സ് ആൻഡ് IIST. A dedicated framework has now been put into place with capacity building program office located at ISRO headquarters in Bengaluru as a focal point. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ISRO പാർട്ട്ണർ ചെയ്തത് IIST-യുമായിട്ട്. IIST എന്ന് പറയുന്നത് ബേസ്ഡ് ഇൻ തിരുവനന്തപുരമാണ്. ISROൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഫൗണ്ടഡ് ഇൻ
15th August 1969 അത് ഫൗണ്ട് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബംഗളൂരു, കർണാടകയാണ്. പിന്നെ ഡയറക്ടർ കെ ശിവനാണ്. കൈലാസവാടിവു ശിവൻ. അടുത്ത ന്യൂസ് നമുക്ക് നോക്കാം. 28th ഹുണാർ ഹാത്ത് ബീയിങ് ഓർഗനൈസ്ഡ് അറ്റ് കലാ അക്കാഡമി, പനാജി, ഗോവയുടെ ക്യാപിറ്റൽ പനാജിയിൽ വെച്ചിട്ട് ഹുണാർ ഹാത്ത് 28th എഡിഷൻ ഓർഗനൈസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ഈസ് ഓർഗനൈസിങ് ദ ഹുണാർ ഹാത്ത് ഇൻ ഗോവ വിത്ത് ദ തീം ഓഫ് വോക്കൽ ഫോർ ലോക്കൽ. അതിൻ്റെ തീം വോക്കൽ ഫോർ ലോക്കൽ ആണ്. where more than 500 artisans and craftsmen from more than 30 states or union territories are participating. ഗോവ ചീഫ് മിനിസ്റ്റർ പ്രമോദ് സാവന്ത്, ഗോവയുടെ ചീഫ് മിനിസ്റ്ററായ പ്രമോദ് സാവന്ത് ഇനോഗ്രേറ്റ് ചെയ്തു, ഫോർമലി ഇനോഗ്രേറ്റഡ് ദ ഹുണാർ ഹാത്ത് ഓൺ 27th March. അപ്പോൾ 27-ാം തീയതി ഇനോഗ്രേറ്റ് ചെയ്തു. April 4 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് മുക്താർ അബ്ബാസ് നഖ്വിയാണ്. അപ്പോൾ നമുക്ക് ഗോവ റിലേറ്റഡ് ന്യൂസ് വന്നപ്പോൾ ഗോവയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ഗോവയുടെ ക്യാപിറ്റൽ പനാജിയാണ്. ഗോവയുടെ ചീഫ് മിനിസ്റ്റർ പ്രമോദ് സാവന്ത് ആണ്. ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയാണ്. അപ്പോൾ ഗോവയിലത്തെ ഒരു നാഷണൽ പാർക്ക് ഭഗവാൻ മഹാവീർ അല്ലെങ്കിൽ മോലം നാഷണൽ പാർക്കാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് നമുക്ക് നോക്കാം. ബോണ്ട്ല, കോട്ടിഗാവ്, നേത്രാവലി. ബോണ്ട്ല വൈൽഡ് ലൈഫ് സാങ്ച്വറി, കോട്ടിഗാവ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, നേത്രാവലി വൈൽഡ് ലൈഫ് സാങ്ച്വറി, സലിമലി ബേർഡ് സാങ്ച്വറി, അതേപോലെ മാതി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതൊക്കെയാണ്. ഒരു ബേർഡ് സാങ്ച്വറിയും 4 വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് അവിടെ ഉള്ളത്. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ US എഗ്രി ടു റീവാംപ് സ്ട്രാറ്റജിക് എനർജി പാർട്ട്ണർഷിപ്പ് SEP മീറ്റിംഗ് ഫോർ ദ സെയിം ടു ബി കൺവെൻഡ് സൂൺ. അപ്പോൾ പെട്രോളിയം മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാനും അതേപോലെ US സെക്രട്ടറി ഓഫ് എനർജി ജെനിഫർ ഗ്രാൻഹോമും എഗ്രി ചെയ്തു ടു റീവാംപ് ഇന്ത്യ US SEP, അതായത് സ്ട്രാറ്റജിക് എനർജി പാർട്ട്ണർഷിപ്പ്, ടു റിഫ്ലക്ട് ദ ന്യൂ പ്രയോറിറ്റീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ആൻഡ് പ്രസിഡന്റ് ജോ ബൈഡൻ വിത്ത് ഫോക്കസ് ഓൺ പ്രൊമോട്ടിംഗ് ക്ലീൻ എനർജി ആൻഡ് ലോ കാർബൺ പാത്വേസ് ആൻഡ് ആക്സിലറേറ്റിംഗ് ഗ്രീൻ എനർജി കോപ്പറേഷൻ. അപ്പോൾ ഗ്രീൻ എനർജി കോപ്പറേഷൻ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ലോ കാർബൺ പാത്വേസ് പ്രൊമോട്ട് ക്ലീൻ എനർജി വിത്ത് ലോ കാർബൺ പാത്വേസ് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്ത്യ US എഗ്രി ചെയ്തിരിക്കുന്നത്. ഇനോഗ്രൽ SEP മിനിസ്റ്റീരിയൽ മീറ്റിംഗ് വാസ് ഹെൽഡ് ഓൺ 2018 ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ മോദി അൺവെയിൽസ് ന്യൂ വെർഷൻ ഓഫ് എക്സാം വാരിയേഴ്സ് ടു മേക്ക് സ്റ്റുഡൻസ് സ്ട്രെസ് ഫ്രീ ബിഫോർ എക്സാംസ്. അപ്പോൾ ഈ സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് കുട്ടികൾ എക്സാമിനേഷനിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം വാരിയേഴ്സ് മോഡ്യൂള് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലോഞ്ച് ചെയ്യാച്ചാൽ അത് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ ന്യൂ വേർഷൻ ലോഞ്ച് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാരൻസിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ അറ്റ് റീറ്റെയിൽ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ടും അത് അവൈലബിൾ ആണ്. നമോ ആപ്പ്, ഈ മോഡ്യൂള് നമോ ആപ്പിലും അവൈലബിൾ ആണ്. അടുത്ത ന്യൂസ് ന്യൂസിലാൻഡ് റിലേറ്റഡ് ആണ്. ന്യൂസിലാൻഡ് പാസസ് മിസ്കാരേജസ് ബെറീവ്മെൻറ്റ് ലീവ് ലോ. അപ്പം മിസ്കാരേജ് അല്ലെങ്കിൽ സ്റ്റിൽ ബർത്ത് നടക്കുകയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് കുട്ടിയുടെ അമ്മയ്ക്കും അതേപോലെ ആ പാർട്ട്ണർക്കും, അമ്മയുടെ പാർട്ട്ണർക്കും പെയ്ഡ് ലീവ് നൽകുന്നൊരു പ്രോഗ്രാമാണ് പെയ്ഡ് ലീവ് ഫോളോയിങ് മിസ്കാരേജ് ഓർ സ്റ്റിൽ ബർത്ത്. അപ്പോൾ മിസ്കാരേജോ സ്റ്റിൽ ബർത്തോ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പോഴും പെയ്ഡ് ലീവ് എടുക്കാം, ഒപ്പം സാലറി കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മിസ്കാരേജസ് ബെറീവ്മെൻറ്റ് ലീവ് ലോ ആണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. ഇന്ത്യയിലാണ് ഇത് ഉണ്ടായിരുന്നുള്ളൂ, ഓൺലി കൺട്രി ഇന്ത്യ ആയിരുന്നു. ഇപ്പോൾ ന്യൂസിലാൻഡ് സെക്കൻഡായിട്ട് ന്യൂസിലാൻഡിലും പാസ് ചെയ്തു ആ ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ആ ലോനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനാണ്, വായിച്ചു നോക്കാം. അപ്പോൾ ന്യൂസിലാൻഡ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് ന്യൂസിലാൻഡിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ക്യാപിറ്റൽ വെല്ലിംഗ്ടൺ ആണ്, കറൻസി ഡോളറാണ്, പ്രൈം മിനിസ്റ്റർ ജസിന്ത ആർഡേൺ. പിന്നെ അടുത്ത ന്യൂസ് S&P റൈസസ് ഇന്ത്യാസ് ഫിനാൻഷ്യൽ ഇയർ GDP ഫോർകാസ്റ്റ് ടു 11% ഫ്രം 10%. അപ്പോൾ S&P പറയുന്ന ഒരു ഗ്ലോബൽ റേറ്റിംഗ്സ് ഓർഗനൈസേഷൻ ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 10% അവർ പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. അതിപ്പോൾ 11% ആയിട്ട് അവർ മാറ്റി. 2022 ഫിനാൻഷ്യൽ ഇയർ 22ൻ്റെ
ഗ്രോത്ത് ഫോർകാസ്റ്റ് 11% ആയിട്ട് മാറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ചൈനയുടെ 8% ആക്കി മാറ്റി. 7% ആണ് അവർ പ്രഡിക്റ്റ് ചെയ്തിരുന്നത്, ഇതിൻ്റെ മുമ്പ് ഫോർകാസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 8% ആക്കി. അപ്പോൾ S&P ഗ്ലോബൽ റേറ്റിംഗ് ഹെഡ് ക്വാർട്ടേഴ്സ്, ആ റേറ്റിംഗ് നടത്തിയ S&P ഗ്ലോബൽ റേറ്റിംഗ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂയോർക്കിലാണ്. പ്രസിഡന്റ് ഓഫ് S&P ഗ്ലോബൽ റേറ്റിംഗ്സ് ജോൺ ബെറിസ്ഫോർഡ് ആണ് S&P ഗ്ലോബൽ റേറ്റിംഗ്സിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും യൂസ്ഫുൾ ആവണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു എവരി വൺ.